ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള മൈൻഡാണ്. പറയാൻ കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഈ സമയത്ത് പോലും നമ്മൾ കാണുന്ന ഓരോ സംഭവവും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും വന്നതാണ്. ടെക്നോളജി വളരുന്നു, ഇതൊക്കെ വരുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേടിയാണ്. എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്താൽ സക്സസ് ആകുമോ? സ്റ്റുഡൻസ്, പാരൻസ്, അഡൾട്ട് ആരുടെ ഉള്ളിലും ഉണ്ടാകും. നമുക്ക് പേടിയാണ്. നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക. പക്ഷേ എന്ത് തന്നെയായാലും മുൻപോട്ട് തന്നെ നീങ്ങുക. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ പ്രശസ്തമായ വാക്കുകളാണിവ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഒരു ബെഡിൽ എല്ലാം നഷ്ടപ്പെട്ട് വെറുതെ കിടക്കുമ്പോഴും അരുണിമ സിൻഹ എന്ന 23കാരി ചിന്തിച്ചതും ഇങ്ങനെയായിരിക്കണം. കാരണം ആ ബെഡിൽ കിടക്കുമ്പോൾ ഇതുവരെ എന്നെ നടക്കാൻ സഹായിച്ച കാലുകളിൽ ഒരെണ്ണം എന്നേക്കുമായി നഷ്ടപ്പെടുകയായിരുന്നു. അവിടെ കിടക്കുമ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. താൻ തളർന്നിട്ടില്ലെന്ന് ഒരു നാൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന്. അതിന് അവൾ തിരഞ്ഞെടുത്ത വഴി ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തെ കീഴടക്കുക എന്നതായിരുന്നു. വളരെ കഴിവുകളുള്ള അരുണിമ ഒരു നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. എന്നാൽ പാരാമിലിറ്ററി ഫോഴ്സിൽ ഒരു അംഗമാവുക എന്നതായിരുന്നു അരുണിമയുടെ ആഗ്രഹം. പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. 2011 CSIFൽ നിന്ന് അവൾക്കൊരു കോൾ ലെറ്റർ വന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. പക്ഷേ ആ കത്തിൽ നൽകിയിരുന്ന ജനന തീയതിയിൽ ഒരു തെറ്റ് തിരുത്താൻ ഡൽഹിയിലേക്ക് പോയ ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു കൂട്ടം ആളുകൾ അവളെ കൊള്ളയടിച്ചു. ചെറുത്തുനിൽപ്പിനിടെ അവളെ എടുത്ത് പുറത്തേക്കിട്ടു. എതിർവശത്തു കൂടി കടന്നുപോയ ട്രെയിനിൽ ഇടിച്ച് അവൾ വീണു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് വിധി വീണ്ടും വന്നു. എതിരെ വന്ന ട്രെയിനുകൾ അവളുടെ കാലെടുത്തു. അവളുടെ കാല് അനസ്തേഷ്യ പോലും നൽകാതെ മുറിച്ചു നീക്കി. ഒടുവിൽ ചില അന്വേഷണങ്ങൾക്ക് ശേഷം റെയിൽവേ വകുപ്പ് 5 ലക്ഷം രൂപ അവർക്ക് പാരിതോഷികം നൽകി. സ്പോർട്സ് മിനിസ്ട്രി അവളെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. കുറച്ച് പണം പാരിതോഷികം നൽകി. അവിടെ ആ കട്ടിലിൽ കിടക്കുമ്പോൾ അവളെടുത്ത തീരുമാനം വളരെ വലുതായിരുന്നു. ആ തീരുമാനം മൗണ്ട് എവറസ്റ്റ് കീഴടക്കി തന്നെ കളിയാക്കിയവർക്ക് മുൻപിൽ നിങ്ങളെന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ തളർന്നിട്ടില്ല എന്ന് തെളിയിക്കണം എന്നതായിരുന്നു. അവൾ തൻ്റെ വെപ്പുകാലുമായി കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ പൊരുത്തപ്പെട്ടിരുന്നു. തൻ്റെ വെപ്പുകാലുമായി പോയത് ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിത ബചേന്ദ്രി പോളിനെ കാണാനായിരുന്നു. കഥ കേട്ടപ്പോൾ അവർ പറഞ്ഞു, അരുണിമ, നീ ഇപ്പോൾ തന്നെ നിൻ്റെ ഉള്ളിലുള്ള മൗണ്ട് എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞു. ഇനി നീ ലോകത്തിനെ ബോധ്യപ്പെടുത്താനായി മല കയറിയാൽ മാത്രം മതി. പിന്നെ 18 മാസം നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പർവ്വതാരോഹണം പഠിച്ചു. 2013 മെയ് 21 രാവിലെ അവൾ അത് സാധിച്ചു. അന്ന് അവൾക്ക് വയസ്സ് 25. അന്ന് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗ വനിതയായി. അതൊരു തുടക്കമായിരുന്നു. 7 ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പർവ്വതങ്ങൾ അവൾക്ക് മുമ്പിൽ കീഴടങ്ങി. രാജ്യം അവളെ പത്മശ്രീ പുരസ്കാരം കൊടുത്ത് ആദരിച്ചു. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. താങ്ക് യു.